ഇപ്പോൾ ഡൽഹി നായർ തിരുത്തിയതുപോലെ ചെന്നിത്തലയുമായുള്ള പ്രശ്നങ്ങളുടെ മഞ്ഞുരുകിയതുപോലെ സാധ്യമാണോ സതീശനും പെരുന്നയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കൽ? അല്ലെങ്കിൽ അത് അത്രയും പെട്ടെന്ന് സാധ്യമാണോ? സതീശൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അല്ല, NSS ഇവിടെ സണ്ണിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് നിലപാടുകൾ മാറ്റാറുണ്ട്. പല താല്പര്യങ്ങൾ അവർക്കുണ്ട്. സാമുദായിക താല്പര്യം, സാമ്പത്തിക താല്പര്യം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 1996 നമുക്ക് ഓർമ്മയില്ല, NSS നാരായണ പണിക്കറുള്ള സമയത്താണ് വളരെ പരസ്യമായിട്ട് തന്നെ LDFന് അനുകൂലമായ നിലപാട് സ്വീകരിക്കും. അതിനുശേഷമാണ് ഈ സമദൂരം എന്ന വാക്ക് തന്നെ ഉണ്ടായത്. ഈ സമദൂരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കോട്ടയം പാർലമെൻറ്റ് സീറ്റിൽ സുരേഷ് കുറുപ്പിനും മാവേലിക്കരയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വോട്ട് ചെയ്യുന്ന രീതിക്കാണ് സമദൂര സിദ്ധാന്തം എന്ന് പറയുന്നത്. നായർ സമുദായം പൊതുവേ തന്നെ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർ ഇത്തവണ വോട്ട് ചെയ്ത പാർട്ടിക്ക് തന്നെ അടുത്ത തവണ വോട്ട് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. മാറ്റി ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് സമുദായത്തിലെ അംഗങ്ങൾ ഇപ്പോൾ NSS എന്ത് നിലപാട് സ്വീകരിച്ചാലും കുറച്ച് പേര് കോൺഗ്രസ്സുകാരാണ്, കുറച്ച് പേര് CPM-കാരാണ്, കുറച്ച് പേര് BJP-ക്കാരുമാണ്. ഇപ്പോൾ സമീപകാലത്തായിട്ട് സമുദായത്തിൽ BJP-യുടെ സ്വാധീനം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. പണ്ട് കോൺഗ്രസ്സുകാരായിരുന്ന ആളുകൾ, പണ്ട് കോൺഗ്രസ് ചിന്താധികാരായിരുന്ന സമുദായ അംഗങ്ങളിൽ നല്ലൊരു ഭാഗം പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഇപ്പോൾ BJP-ക്കാരാണ്, ഹിന്ദുത്വ ചിന്താഗതിക്കാരാണ്. അതൊരു സത്യമാണ്. ഇപ്പോൾ തിരുവനന്തപുരം പാർലമെൻറ്റ് സീറ്റിലെ വോട്ടിൻ്റെ കണക്ക് നോക്കിയാൽ മതി, ആറ്റിങ്ങൽ നോക്കിയാൽ മതി, മറ്റ് മണ്ഡലങ്ങളിൽ നോക്കിയാൽ അത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നോക്കിയാൽ അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പല കാരണങ്ങളുണ്ട്. അങ്ങനെ മാറിയിരിക്കുന്നു. മറ്റ് ഹിന്ദു സമുദായങ്ങളിലും ഇതുപോലൊരു മാറ്റം കാണാൻ കഴിയും. വിശ്വകർമ്മ സമുദായം, ധീവര സമുദായം, ഒരു ചെറിയ പരിധിവരെ പുലയ സമുദായം, ഈഴവ സമുദായമാണ് BJP-യുമായിട്ട് ഒരു കാരണവശാലും പൊരുത്തപ്പെടാതെ വെള്ളാപ്പള്ളിയുടെ ശേഷം BDJS ഉണ്ടാക്കിയതിന് ശേഷം മുമ്പ് കോൺഗ്രസ് ചിന്താഗതിക്കാരായിരുന്ന ഈഴവ സമുദായത്തിലെ ഒരു ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷം ഇപ്പോൾ BJP വോട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് കോൺഗ്രസ് മധ്യ കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലൊക്കെ വോട്ടിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. UDF സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്നത്, UDFൻ്റെ ഇടവരടക്കമുള്ള സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം, സാമുദായികവും രാഷ്ട്രീയവുമായ ചിത്രത്തിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈവൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ, എല്ലാവരുമല്ല, അതിൽ പോലും ഒരു ചെറിയ ഭാഗം BJP-യെ പിന്തുണയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ അത്ര തന്നെ ചെറുതല്ലാത്തൊരു വിഭാഗം LDF-നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പണ്ടങ്ങനെ ചെയ്യുമായിരുന്നില്ലോ. ഇപ്പോൾ ജോസ് കെ മാണി LDF-ലേക്ക് പോയത് അത് ഒറ്റപ്പെട്ട സംഭവമല്ല. ജോസ് കെ മാണി തൻ്റെ ഇഷ്ടപ്രകാരം പോയതുമല്ല, മെത്രാന്മാരുടെയൊക്കെ പിന്തുണയിട്ട് പോയതാണ്. അദ്ദേഹത്തെ ചില വൈദികരും ചില മേൽപ്പട്ടക്കാരും ചേർത്ത് ഇടതുപക്ഷത്തേക്ക് പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പഴയ പോലെ കോൺഗ്രസ്സുകാർക്ക് കൈയും കെട്ടിയിരുന്നാലൊന്നും തിരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ ഇവർ തമ്മിലുള്ള തർക്കം എന്നൊക്കെ പറയുന്നതിൽ വലിയ കഥയില്ല. പിന്നെ BJP-ക്കാരെ ആരെയും പെരുന്നയിൽ കയറ്റുകയില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ശ്രീധരൻപിള്ളയ്ക്ക് ഒരു സീറ്റും വേറെ ഒരാൾക്കും സീറ്റില്ല. അത് സുകുമാരൻ നായർക്ക് വ്യക്തിപരമായ എന്തൊക്കെയോ അതെ, PS ശ്രീധരൻപിള്ളയ്ക്ക് മാത്രമാണ് അവിടെ ഒരു സീറ്റുള്ളത്. വേറെ ഒറ്റ BJP-കാരനെ പഠിക്കാത്ത കാലിൽ തെട്ടോ സംഭവിക്കില്ല. സുരേഷ് ഗോപി ഒറ്റക്കല്ല, വേറെ ഒരുപാട് പേര്, കുമ്മനം രാജശേഖരൻ ചെന്നാലും അവിടെ നടക്കില്ല. അപ്പോൾ അതൊന്നും അവിടെ നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ്. അദ്ദേഹത്തിന് എന്തോ കാരണത്താൽ സതീശനോട് അത്ര താല്പര്യമില്ല, അതും സത്യമാണ്. അതേപോലെ മറ്റെന്തോ കാരണത്താൽ വെള്ളാപ്പള്ളി നടേശനും താല്പര്യമില്ല. പക്ഷേ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സണ്ണിക്കുട്ടി പറഞ്ഞത് അല്ലെങ്കിൽ ശ്രീകുമാർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കോൺഗ്രസിൽ നിന്ന് അകത്തകന്ന് പോകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ്സിലുള്ള ഹിന്ദു നേതാക്കന്മാരെ NSS പെട്രൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ SNDP അവരോട് താല്പര്യപ്പെടുന്നു എന്ന് വരുന്നത് UDF-ന് മൊത്തത്തിൽ ഗുണകരമായിരിക്കും. അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല സുകുമാരൻ നായരുടെ വാക്കുകൾക്ക് ഒരു വില കൊടുക്കുന്ന തരത്തിൽ ഉള്ള ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്നൊരു മനസ്സിലാക്കൽ അല്ലേ? അതെ. രമേശിനെ പോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റൊരു നേതാവിന് കോൺഗ്രസ്സിൽ ഒരു വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നൊരു ചിന്താഗതി സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നത് UDF-ന് ഗുണകരമായിരിക്കും, കോൺഗ്രസ്സിന് ഗുണകരമായിരിക്കും. അല്ലാതെ കോൺഗ്രസ്സുകാരെല്ലാവരും മതേതരന്മാരായിട്ട് നാളെ തൊട്ട് സുകുമാരൻ നായരെ കാണാൻ പോയ രമേശ് ചെന്നിത്തലയെ ബഹിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞാൽ പഴയ കാലമല്ല. അല്ലെങ്കിൽ തന്നെ നായന്മാർ BJP-യുടെ ബാൻഡ് വാഗണിൽ കയറി അതിൻ്റെ അകത്ത് ഇരിപ്പുറപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്തുള്ള ആളുകളെ തള്ളിപ്പറയാൻ തുടങ്ങിയാൽ ഇപ്പോൾ K മുരളീധരനെ പോലെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലെ മരിച്ചുപോയ കാർത്തികേയൻ അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇങ്ങനെ കുറേ ആളുകൾ നേതാക്കന്മാരായിട്ടുണ്ട്. പക്ഷേ നേതാക്കന്മാരല്ലാതെ
ആ സമുദായ അംഗങ്ങൾ എത്ര പേര് ഇപ്പോൾ കോൺഗ്രസിലുണ്ടെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അണികളായിട്ട് അനുഭാവികളായിട്ട് കോൺഗ്രസിൻ്റെ വോട്ടർമാരായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. ആ വോട്ട് മാറ്റി മാറ്റി ചെയ്യുന്നവരാണെങ്കിൽ പോലും ആ വോട്ടൊന്നും പഴയ പോലെ ഒരു വോട്ട് ബാങ്കായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് കിടക്കുന്ന വോട്ടുകളല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സമുദായ നേതൃത്വം തിരിച്ചറിയണം, കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണം. അമിതമായ മതേതര പ്രതിച്ഛായ സത്യത്തിൽ ദോഷകരമായിട്ട് ഭവിക്കും. കാരണം ജനങ്ങൾക്ക് അത്രയും മതേതരത്വത്തിൽ വിശ്വാസമില്ല, അതാ കാര്യം.